കാരണം ഈ മഞ്ജു വാര്യരെയൊക്കെ പോലത്തെ ഒരു നടിയെ ഇനി എപ്പോൾ കിട്ടും എന്നുള്ളതാണ് പറയാൻ സാധിക്കും. അങ്ങനത്തെ ഒരു നടിയൊക്കെ പെട്ടെന്ന് കിട്ടുമെന്നാണ്. അതെ. ഞാൻ എൻ്റെ ഒരു കരിയറിൽ കണ്ടിട്ടുള്ള ഇത്രയും റേഞ്ചുള്ള ഒരു നടിയെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഭാവിയിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് മനസ്സിൽ ഇങ്ങനെ ഈ ഒരു ഇതിവൃത്തം വെച്ച് ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു റിയൽ സംഭവത്തിനെ വെച്ചിട്ട് ഞാൻ തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് പറയില്ല. ഇല്ല, വേണ്ട. ഇതല്ല എൻ്റെ മനസ്സിലുള്ള ഒരു അത് ഞാൻ അത് കറക്റ്റായിട്ട് വരുമ്പോൾ ഞാനത് പറയാം. ഇപ്പൊ ഡയറക്ഷൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുകയാണോ സാർ? അല്ല, അതല്ല അത് ഇപ്പൊ ഈ അഭിനയത്തിന്റെ ഒരു തിരക്കുകൊണ്ട് ഇങ്ങനെ ഡയറക്ഷൻ നീണ്ടു പോകും. അല്ലാതെ എൻ്റെ മനസ്സിലൊരു സാധനമുണ്ട്. അതിന്റെ പരിപൂർണത വരുമ്പോൾ ഞാൻ പറയാം. അത് മതി. അങ്ങനെ ഒന്നുണ്ട് എനിക്ക് ഡെഫിനറ്റ്. ഇപ്പൊ അഭിനയിച്ചിരിക്കുന്ന സിനിമകൾ എല്ലാം നല്ല ബെസ്റ്റ് ക്യാരക്ടർ. ഇപ്പൊ ദുബായിലുള്ള ഒരു വിക്ടർ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ക്യാരക്ടർ. ഇപ്പൊ ഈ ദാദാ സാഹിബ് വിനയന്റെ വഹിക്കുന്നത് അതൊരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട്. പിന്നെ ഇപ്പൊ ഞാൻ വേറൊരു പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചു പോയി. ആരോടും പറയില്ലെങ്കിൽ ഞാൻ CI മഹാദേവൻ അഞ്ചടി 4 ത്രൂ ഔട്ട് കോമഡിയാണ്. നായകനാണ്. അതായത് ആ ടൈറ്റിൽ റോൾ തന്നെയാണ്. അതിലുണ്ട് ജഗതിയുണ്ട്, മണിയുണ്ട്, ഹരിശേഷമുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ CI മഹാദേവനാണ്. അതിൽ നായകനും അദ്ദേഹം തന്നെയാണ്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ. കാരണം 1.5 വർഷമായിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടിരുന്ന ഒരു കഥയാണത്. അതിലേതെങ്കിലും ചെറിയ റോള് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മാറിയിട്ട് അവസാനം KK ഹരിദാസ്. അതിപ്പോൾ തീർന്നിരിക്കുകയാണ്. അതൊരു നല്ല ഹ്യൂമർ കൂടെ ഇരിക്കും. അല്ലാതെ വേറെ ഒന്നും അതിൽ നമുക്കിപ്പോൾ പറയാൻ നിർത്തില്ല.